ചേട്ടാ ഈ നിജാമ്പാക്കുണ്ടോ? നിജാമ്പാക്ക് എനിക്ക് നിനക്കൊന്ന് മത്സരിച്ചു വാങ്ങുന്ന നിജാമ്പാക്ക്. ഒന്ന് പോടാ വിട്ടോടി. കാലത്തിന് ഇങ്ങോട്ട് ഇറങ്ങിക്കോളൂ. എന്താ പല്ലുട്ടിക്കുള്ള ആളുവനുണ്ട്. അച്ചാച്ചോ സ്കോറെന്തായി? എന്താ ഒരു പ്രാർത്ഥന? നല്ല കാട് കിട്ടാനാ. ദേ നമ്മുടെ സച്ചിൻ ദൈവം വിളി കേട്ടറാ. ഇത് ബബ്ലുക്കമ്മ പല്ലിട്ട ആളല്ലേ, തിന്നുമ്പോ സൂക്ഷിക്കണട്ടാ. ചെറുകുമരത് വഴി പറന്നിടും ഇടവഴി കനവില് മിനുങ്ങണ കണ്ട കടല് പോലെ അനവധി കടലപ്പ് പൊടി തേടി പറക്കണത് അതുവഴി കണ്ട അതിനൊരത്ത ഒരയിണക്ക അതിനൊരത്ത ഒരയിണക്ക. ഇന്നാരും ഉമ്മച്ചില്ല ദാമരട്ടെ കണ്ടേ. ഇന്ന് രാത്രി നീ കിടന്നിട്ട് എണീച്ചാലേ നീ ചത്തു. സുഭീഷണ കളി ഒട്ടാകണ്ണ. പേടിക്കണ പേടിക്കണ ആകട്ടെ തുറക്ക്. ഉച്ചക്ക് ചാളക്കൂട്ടണേന്നല്ലേ ചത്തുപോവോ? അസുഭീഷണ പറഞ്ഞേ പുള്ളായിരിക്കുള്ളൂ. സുബിച്ചേട്ടാ എല്ലാ ദിവസം കടിക്കുന്നതല്ല, പിന്നെ ആ കടയിലത്തെ ചന്ദ്രേട്ടനും പറഞ്ഞില്ലേ ഇതെന്തായാലും പുള്ളല്ലായിരിക്കും. ആ അത് ശരിയാട്ടാ, അവന് ദാന പ്രക്രിയൊക്കെ അറിയാ. പിന്നെ നീയേ ഉറങ്ങാണ്ടിരിക്കും, ഉറങ്ങിയാലേ ചത്തോളോ. നീ പിന്നെ അച്ഛനോട് അമ്മനോടൊന്നും പറഞ്ഞാട്ടാ, നല്ല അടിയിട്ടാ. കണ്ണൻചേട്ടാ ഞാൻ ചത്തുപോയാലേ എനിക്ക് വാവേനെ കാണാൻ പറ്റില്ല, കണ്ണൻചേട്ടനെ കാണാൻ പറ്റില്ല, രമേനെ കാണാൻ പറ്റില്ല. എന്നെ ഒന്ന് രക്ഷിക്കോ? ആ രക്ഷിക്കാടാ. നീ കുറെ വെള്ളം കുടിച്ചോ, പിന്നെ വേണമെങ്കിൽ ഒന്ന് പ്രാർത്ഥിച്ചോ. അപ്പത്തേക്ക് ഞാനൊരു നീ രക്ഷപ്പെടാനുള്ള വഴി കൊണ്ടുവരാം. ആ ചത്തു. അന്ന് സുഭിച്ചേണ്ട ദിവസമായിരുന്നു. ഞാൻ ശരിക്കും പെട്ടുവേടാ. ചില ദിവസം എങ്ങനെയാ. ദേ ഇപ്പൊ ഞാൻ പെട്ടില്ലേ. അപ്പോ വീണ്ടും നിങ്ങൾ സുഭിച്ചനോട് തോറ്റു തുന്നാൻ പാടില്ലേ? തോറ്റു നാണം കിട്ടുപോയി. ശരിക്കും കൊറേ തോറ്റാലും ഉണ്ണിയും കണ്ണൻ ഞാൻ നിന്നിട്ട് അടിപൊളി. ആദ്യം ഞാൻ അങ്ങനെയൊക്കെ തന്നെ വിചാരിച്ചേ, പിന്നല്ലേ ചക്രത്തിന്റെ കാര്യം മനസ്സിലായി. ചക്രത്തിന്റെ കാര്യോ? ആ പിൻചക്രവും മുൻചക്രവും ആ എല്ലാം പറയടാ. ടയർ ശരിക്കും വെച്ച് ചെറുതായിട്ട് ചെറുതാണല്ലേ. അപ്പൊ ബബിളും വീങ്ങിട്ട് എന്തായി? ചാകാതിരിക്കാൻ നമ്മൾ ദൈവത്തെ വിളിക്കില്ലേ, അങ്ങോട്ട് മനസ്സറിഞ്ഞു വിളിച്ചു. ദൈവമേ കൈവിടാതെ ഞങ്ങളെ മഞ്ഞറാക്കുന്ന നീയെന്നോ. ഇന്ന് നല്ല ഉണ്ണിയായല്ലോ ദൈവമേ, എന്ത് പറ്റിയാവോ? നാഴമേറും നിൻ മഹശാഴിയിൽ ങ്ങളാകവേ. കണ്ടിട്ട് എന്തായി? രക്ഷിക്കോ? എവിടെ ഉണ്ണിടമ്മ? രണ്ടാള് തൊപ്പിക്കുണ്ടല്ലോ. കണ്ണൻചേട്ടാ അതെ കണ്ണൻചേട്ടൻ ഈ വണ്ടി എടുത്തോ, വേണമെങ്കിൽ ഈ മുറിയിലത്തെ എന്തെങ്കിലും എടുത്തോ. വണ്ടി അതെ ഈ വെളിച്ചെണ്ണ വണ്ടി എന്നിട്ടില്ല. അതെ ഈ വെളിച്ചെണ്ണ പുരട്ടിയാ പിന്നെ ചക്കപ്പശ ഒട്ടൂല. ഒട്ടില്ലേ? ഇല്ല. ഇതേ ഇങ്ങനെ കയ്യിലാക്കി കൊടുത്താ മതി. നിനക്ക് വല്ല മനസ്സിലായ? ഇല്ല കണന്നിട്ടാ, ഇതൊക്കെ ഇത് കേടായി. അതൊക്കെ നമുക്ക് ശരിയാക്കടാ. എടാ മണ്ട, നീ കുറച്ച് വെളിച്ചെണ്ണ കുടിച്ചാൽ മതി, ബബിൾക്കത്തിന്റെ പശ പോവും. എന്തായാലും പോവും.
പിന്നെ ഈ പോലീസ് വണ്ടിയില്ലേ ഞാൻ ശരിയാക്കി തരാം. നീ പോയി ആരും കാണാതെ കുറച്ച് വെളിച്ചം കുടിച്ചോ. പക്ഷെ വണ്ടി തന്നെ ശരിയാക്കി തരണം കേട്ടാ. ആ താ അതെ. പിന്നെ വേണമെങ്കിൽ നീ ഒന്ന് ഉറങ്ങാണ്ടിരുന്നു. ഉറങ്ങാലേ ചത്തുള്ളൂ. നീ പഠിക്കണട്ടാ. മോനെ പായസം. ആ കണ്ണ എന്താ ഈ നേരത്ത്? എന്നിട്ടാണ് ഞാൻ പായസനാ. ആ അതെ അതെ പൈസ നീ വാ. എന്തിനാ പായസം കളഞ്ഞ? ഇന്നെ പറഞ്ഞാലായിരുന്നു. ആണോ? അതെ ഈ ബാക്കിയുള്ളതിലേ പാറ്റ വീണു, അതടാ കളഞ്ഞേ. അയ്യോ കഷ്ടാലോ. പായസമുള്ള കേക്ക് കുറിച്ച് കഴിഞ്ഞാ? കേക്ക് മുറിക്കാം. മഞ്ചള ചാട്ടോ, ഞാൻ വന്നതേ നോക്കിയേ, ഇത് ഉണ്ണിയുടെ ബൈക്കാ. ആ ആകെ പോയി ഒന്ന് ശരിയായി തരൂ. നോക്കട്ടെ. ദേ അയ്യോ ഇത് കൊള്ളാലോടാ. പ്രിയപ്പെട്ട കണം ചേട്ടാ, ഇതുണ്ണി ഇതിനെ കത്താ. ചേട്ടൻ പറഞ്ഞ പോലെ ഞാൻ വെളിച്ചെണ്ണ ഓടിച്ചു. വലിയ രസമില്ല, വേർക്ക് വേദന എടുക്കുന്നുണ്ട്. ഞാൻ ശരിക്കും ചത്തു പോകുന്ന തോന്നണേ. ഇങ്ങനെ ഞാൻ ചത്തുപോയാ എൻ്റെ മീൻ കുഞ്ഞിന് ശക്തിമാൻ്റെ സ്റ്റിക്കറും കാണാൻ ഞാൻ എടുത്തോട്ടാ. പിന്നെ എൻ്റെ കയ്യിൽ മറ്റേ മുന മാറ്റി നിറക്കണ പെൻസിലുണ്ട്. ഈ കത്ത് അതുകൊണ്ട് എഴുതണേ. അത് രമയുടെയാ. അവൾക്കത് ചേട്ടൻ തിരിച്ചു കൊടുക്കണം. എന്നിട്ട് അവളുടെ അടുത്ത് ഞാൻ ബബിൾക്ക് നിന്ന് ചത്തുപോയി എന്ന് പറയണം കേട്ടാ. ഇത് കേട്ട അവള് കരയൂ. അമ്മ എന്തായാലും കരയും. അച്ഛനും അവരോട് കരയേണ്ട സാരില്ല എന്ന് പറയണട്ടാ കണം ചേട്ടാ. കുറച്ച് ദിവസം കഴിഞ്ഞാൽ കുഞ്ഞാവ് വരും. അപ്പൊ ഇനി അവരെന്നെ മറക്കോ കണം ചേട്ടാ? കണ്ണൻ ചേട്ടൻ എന്നെ മറക്കോ? മറക്കല്ലേട്ടാ. എല്ലാവരോടും പറഞ്ഞോളൂ എന്നെ മറക്കല്ലേ. ടാറ്റാ ബൈ ബൈ. മുന്നിതാ മോതിരം.